തുടങ്ങാം. അപ്പോ ഒരു ഇലക്ഷൻ സമയത്ത് ഇവിടെ ഇന്ന് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ, ജനങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ, അത് പറഞ്ഞ് പോകേണ്ട കാര്യങ്ങളാണ്. എന്തിനാണ് ഇത്രമാത്രം പിണറായി ഭയപ്പെടുന്നത് എന്ന് അറിയില്ല. രാവിലെ ഇവിടെ വരുന്നു, പോലീസ് ഭീഷണിപ്പെടുത്തുന്നു, ഹോട്ടലുകാരെ ഭീഷണിപ്പെടുത്തുന്നു, ഈ പ്രസ് കോൺഫറൻസ് അറേഞ്ച് ചെയ്യാമെന്ന എന്റെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങളെ ഭീഷണിപ്പെടുത്തിയൊന്നും എനിക്കറിയില്ല. അപ്പൊ ഒരു ഭീഷണിയുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവും ഇവിടെ പി വി അൻവർ നടത്താൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്ന് പറയുന്നത് വായിച്ച് പഠിച്ചിട്ടുള്ള ആ നിയമങ്ങൾ വായിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ. ഞാനത് സൂക്ഷ്മം ആ കാര്യങ്ങൾ നോക്കി ഇന്നലെ ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിച്ചിട്ട് തന്നെയാണ് ഈ പ്രസ് കോൺഫറൻസ് ഇവിടെ വിളിച്ചിട്ടുള്ളതും. ഇന്ന് DMKയുടെ പ്രവർത്തകര് എല്ലാ വീടിലും കയറുന്നുണ്ട് നോട്ടീസ് കൊടുത്തിട്ട്. അത് പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ചട്ടം അത് പറയുന്നില്ല. ചട്ടം പറയുന്നത് ശബ്ദമുഖരിതമായ പ്രചരണം ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് അവസാനിപ്പിക്കണം. മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. മറ്റു ജില്ലകളിൽ നിന്ന് വന്ന മണ്ഡലത്തിലുള്ള ആളുകൾ പുറത്തു പോകണമെന്നത് അലിഖിത നിയമമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമത്തിൽ അങ്ങനെ പറയുന്ന ഇല്ല. അപ്പോ അവർക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ ആളുകൾ കുറവാണ്. അതൊരു വസ്തുതയാണ്. തുടക്കം മുതലേ പറയുന്നതാണ്. ഞങ്ങളാകെ 32 ദിവസം പ്രായമുള്ള ഒരു സോഷ്യൽ സംഘടനയാണ്. ഇവിടെ CPMന്റെ ഉരുക്കുകോട്ട എന്ന് പറയുന്നിടത്ത് 98 MLA-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം ഒരു ഭാഗത്ത്, 19 MP-മാരും പ്രതിപക്ഷ നേതാവും 40 MLA-മാരും മറുഭാഗത്ത്, സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റു മന്ത്രിമാരും അവരുടെ ദേശീയ നേതാക്കന്മാരും മറൊരു ഭാഗത്ത്. ഇവരെല്ലാം കൂടെ നിന്നിട്ട് ഏറ്റുമുട്ടുക. എന്തിനൊരു വായി പോയ കൊടാലിയെ കൊണ്ട്. ഒരു കോൺഗ്രസിൽ നിന്ന് കയറി വന്ന ഏതോ ഒരു അലവലാതി, ആ അലവലാതിയെ ഏറ്റുമുട്ടുകയാണ്. ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൂടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതിനെ ഭയപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ഒരുപാട് ഭയപ്പെടുത്തിയല്ലോ. 20-ലധികം കേസുകൾ PV അൻവറിന്റെ പേരിൽ FIR ഇട്ട് കഴിഞ്ഞു. എന്തിന്റെ പേരില? ഈ ജനങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിലല്ലേ? ആശുപത്രിയിൽ പോയതിന്റെ പേരില ജാമ്യമില്ല വാറണ്ട്. ഇന്ന് രാവിലെ അവിടെ വന്ന രോഗിക്ക് ഡയാലിസിസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 4 ബെഡ് ഉണ്ട്, സ്റ്റാഫില്ല അവിടെ. ആ 4 എണ്ണത്തിന് ചെയ്യാനുള്ള സംവിധാനമില്ല. ഇത് ചോദിക്കാൻ അവിടെ കുറച്ച് മെഷീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പരിശോധിക്കാൻ പോയപ്പോൾ ഡോക്ടറും ഇല്ല, നഴ്സും ഇല്ല, സൂപ്രണ്ടും ഇല്ല. അത് ഞാൻ വർത്താനം പറയാം. എന്റെ രീതി അതാ. ഞാൻ പറഞ്ഞു പോകും. അതിന്റെ പേരിലാണ് എന്ത് കേസായിക്കോട്ടെ, അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്നത് 2 കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കാനാണ്. പിണറായി കടന്നിട്ട് ഇങ്ങനെ ബേജാറാവൊന്നും വേണ്ട. ഇപ്പതാ 25 ലക്ഷം ചെറുതുരുത്തിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ആർക്ക് വന്ന പൈസ? ആരാ ചെറുതുരുത്തിയിൽ ക്യാമ്പ് ചെയ്യണത്? വരുമാനല്ലേ? അവിടെ നിന്നല്ലേ പൈസ മുഴുവൻ ഒഴുകുന്നത്? ആ 25 ലക്ഷത്തിന്റെ സോഴ്സ് ആരതാ? ആർക്ക് കൊണ്ടുവന്ന പൈസയാ? ഇപ്പൊ കോളനികളിൽ പത്രക്കാർ ദയവായി ഒന്ന് അന്വേഷിക്കണം. കോളനികളിൽ അവർ കൊടുക്കുന്ന സ്ലിപ്പ് കവറില്ല. സാധാരണ സ്ലിപ്പ് കൊടുത്താൽ പോവുക. ആ കവറിന്റെ ഉള്ളിൽ സ്ലിപ്പിനോടൊപ്പം എന്താ? ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിയെ ചിത്രമുള്ള നോട്ടുകെട്ടുകളാ. ആരാ കൊടുക്കുന്നത്? അവിടെയാണ് വിഷയം. ഇവർ ഇതുവരെ പറഞ്ഞു നടന്നിരുന്ന എന്താണ്? കോളനികളുടെ വോട്ടിൽ ഒരു കുഴപ്പമില്ല. ഇത്രയും മോശമായ കോളനി വേറെ എവിടെയുള്ളത്? കേരളത്തിൽ കാണുമോ? ഞാൻ ഏറ്റവും കഷ്ടപ്പെടുന്ന നാട്ടിൽ പോകുന്ന ആളാ, ആഫ്രിക്ക പട്ടിണി പാവങ്ങളില്. അവിടെയൊക്കെ ഓലമേഞ്ഞ പുല്ലുമേഞ്ഞ വീടാണെങ്കിലും അതിനൊരു മണ്ണിന്റെ ചുമരും നിലമൊക്കെ ഒന്ന് മണ്ണിട്ട് മെഴുകിയ വീട്ടിൽ അവരൊക്കെ താമസിക്കുന്നത്. ഇവിടെ ഒന്ന് പോയി നോക്കൂ നിങ്ങള്. ഇടതുമുന്നണി തന്നെ കൊടുക്കുന്ന പണം കൊടുക്കേണ്ടടുത്ത് അവരെത്തി. പണം മാത്രമല്ല, മദ്യം ഒഴുക്കാൻ പോവുക അവര്. എന്നോട് ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഇന്നലെ മിനിയാന്ന് 2 നേതാക്കന്മാര്, അതിൽ കോൺഗ്രസ് നേതാവുണ്ട്,
CPM-ന്റെ നേതാവുണ്ട്. എന്തിനാണ് അൻവർക്കായി വെയിലും കൊണ്ട് ഈ കോളനി കൂടെയൊക്കെ നടക്കുന്നത്? നിങ്ങൾക്ക് ഇനിയും കോളനി മനസ്സിലായിട്ടില്ല. എന്നെ പഠിപ്പിക്കുക. അതൊക്കെ തലേ ദിവസം കൊടുക്കേണ്ട സാധനം ഞങ്ങൾ കൊടുക്കും. അതോടുകൂടി കഴിഞ്ഞ് വെറുതെ കോളനി പോയി വെയിലുള്ളണ്ട. ഈ മനോഗതമാണ് ഇവിടെ. ആ പാവപ്പെട്ട മനുഷ്യരെ മദ്യം വാങ്ങിക്കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്ന മനോഗതം. അത് UDF-നുണ്ട്, LDF-നുണ്ട്, BJP-ക്കുണ്ട്. ഈ മണ്ഡലത്തിൽ ആകെ നടക്കുന്ന അതാണ് സ്ഥിതി. അപ്പൊ അത് അല്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പൊ 25 ലക്ഷം പിടിച്ചാൽ എങ്ങനെയാ? അത് വസ്തു വരുമല്ലോ. ഈ പോലീസെല്ലാം അന്വേഷിക്കുന്നത്. അതിനിപ്പോ അൻവറിന് കൊടുന്ന പണമാകുമെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? ഇതല്ലേ രീതി. ഞാൻ ചോദിക്കട്ടെ, ഈ കോളനി കൊടുക്കുന്ന തെളിവ് എന്തിനാ കവറിലിട്ട് സ്ലിപ്പ് കൊടുക്കണത്? ഈ ചരിത്രം ഞാനൊരു 5-8 ഇലക്ഷനിൽ 5-6 ഇലക്ഷനിൽ നേരിട്ട് മത്സരിക്കുകയും അല്ലാത്ത കുറെ ഇലക്ഷൻ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എന്റെ ചരിത്രത്തിന്റെ ഈ ഇലക്ഷൻ അനുഭവങ്ങളിൽ കവറിൽ സ്ലിപ്പ് ഇട്ട് കൊടുക്കും ആരെങ്കിലും? എന്തിനാണ് ഈ കവറ്? അപ്പൊ വിഷയം അതൊന്നുമല്ല. ഞാൻ വന്ന വിഷയം, ഞാൻ ഇന്ന് ഇലക്ഷൻ കമ്മീഷന് വലിയൊരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ വിഷയങ്ങൾ ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. 2, DMK-യുടെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണം പലരും ചോദിക്കുന്നതാണ്. ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഈ പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ മൂടും തട്ടി പോകുമെന്നാണ്. ഞങ്ങൾ മൂടും തട്ടി പോകാൻ വന്നവരല്ല. ഞങ്ങൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം ജനങ്ങളോടുമായി സംവദിക്കാനും ആ ഒരു രാഷ്ട്രീയ ഉൾത്തിരിവുണ്ടാക്കാനുമുള്ള പരിശ്രമത്തിലാണ്. ഞങ്ങൾ ഈ 23-ാം തീയതി റിസൾട്ട് കഴിഞ്ഞ് ഡിസംബർ ഫസ്റ്റ് വീക്കിൽ നമ്മളൊരു ജാഥ ആരംഭിക്കുന്നുണ്ട്. അത് കാസർഗോഡ് നിന്നാണ് ആരംഭിക്കുന്നത്. അത് മലയോര മേഖലയിലെ മനുഷ്യരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് വലിയ വിഷയമാണ്. ഞാനൊരു മലയോരത്ത് ജീവിക്കുന്ന ഒരു കർഷകനാണ്. ആന വീട്ടിൽ വന്ന് മനുഷ്യനെ ചവിട്ടിക്കൊല്ലുകയാണ്. സ്കൂളിലേക്ക് രാവിലെ പോകുന്ന കുട്ടികളെ കുത്തി മറിക്കുകയാണ്. ആര്? പന്നി. ഒരു കൃഷി ഉണ്ടാക്കാൻ മനുഷ്യന് മാർഗമില്ല. എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കിയാൽ കുരങ്ങി വാരി പോവുകയാണ്. നെല്ലുണ്ടാക്കിയ മയില് കൂട്ടമായി വന്നിട്ട് 1 ഏക്കറൊക്കെ ഒരടിക്ക് തിന്ന് തീർക്കുകയാണ് പാലക്കാടൊക്കെ. ആരും പ്രതികരിക്കാനില്ല. UDF ഇല്ല, LDF ഇല്ല, BJP ഇല്ല. ഇവിടെ സമരം നടത്തിയ കർഷകരോട് പറയും കേന്ദ്രമെന്ന് പറയും. കേന്ദ്രത്തിൽ മന്ത്രി ഇവിടെ വന്നിട്ട് പറയും സ്റ്റേറ്റ് ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലേ? കേന്ദ്രമന്ത്രി വന്നില്ലേ? വയനാട്ടിൽ ഒരു സാധുവിനെ വീട്ടിന്റെ മുറ്റത്ത് ആന പിന്നാലെ കൂടി ചവിട്ടി കൈയൊഴിയുക. ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ വലിയ ഒരു സമരം ആരംഭിക്കുകയാണ്. 25 ദിവസം നിൽക്കുന്ന വാഹന ജാഥ കാസർഗോഡ് നിന്ന് ഡിസംബർ 2nd വീക്ക് ഞങ്ങൾ ആരംഭിക്കും. അത് ഈ മലയോരത്തെ 1064 മണ്ഡലങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് ജനങ്ങളെ ഈ വിഷയത്തിനെതിരെ ഞങ്ങൾ പ്രതികരിച്ച് ജനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഒപ്പ് വാങ്ങിയിട്ട് കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും അതോടൊപ്പം സുപ്രീം കോടതിയെയും സമീപിക്കാൻ തന്നെ DMK തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ പൈലറ്റ് പ്രചരണ പരിപാടി ഡിസംബർ ഫസ്റ്റ് വീക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരു വിഭാഗം വാഹനജാഥയായിട്ട് തിരുവനന്തപുരത്തേക്കും അതേപോലെ മറ്റൊരു വിഭാഗം തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡത്തേക്കും 7 ജില്ലകളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു മുന്നോടിയായിട്ട് ഒരു പ്രചരണ ജാഥ വരുന്നതിന് മുന്നോടിയായി ആളുകളെ അലർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി വളരെ വളരെ ഭംഗിയായിട്ട് വളരെ സീരിയസ് ആയിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് ഈ കാർഷിക മേഖലയിലെ മലയോര മേഖലയിലെ എല്ലാ കർഷക സംഘങ്ങളുമായും കമ്മിറ്റികളുമായും ഈ പറയുന്ന വന്യമൃഗ വേട്ടയ്ക്കെതിരെ പെരുമാറുന്ന ജനങ്ങളുമായും ഈ പറയുന്ന മലയോരത്തുള്ള സകലമായിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായും ഒക്കെ നമ്മൾ ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന്. രണ്ടാമത്തെ വിഷയം അതിൽ നമ്മൾ ഉന്നയിക്കുന്ന ഈ ജാഥയിൽ ഉന്നയിക്കുന്നത് ഈ സർഫാസി ആക്ട് ആണ്. ഈ മണ്ഡലത്തിലൂടെ നടക്കുമ്പോൾ കേരളത്തിൽ എവിടെ നടന്നാലും ഈ ഇരിക്കുന്ന പത്രക്കാരായ നിങ്ങൾ പോലും നിങ്ങളുടെ ബന്ധുക്കൾ പോലും എല്ലാവരുടെയും കിടപ്പാട് പണയത്തിലാണ്. എന്തിനു വേണ്ടിയിട്ട് ആ പണയം വെച്ചിട്ടുള്ളത്? ഒന്നില്ലെങ്കിൽ ചികിത്സക്കാണ്, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ്. ഇതാണ് മേജറായിട്ട് വരുന്നത്. ആരതിന്റെ ഉത്തരവാദി? ഈ സർക്കാർ ആശുപത്രി മുഴുവൻ ഉണ്ടായിട്ട് ചികിത്സ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കിടപ്പാടം പണയം വെച്ചിട്ട് ഈ സാധുക്കള് ആശുപത്രിയിൽ പോയി ചികിത്സിക്കേണ്ടി വരുന്നത്. അതിനു വേണ്ടി എടുത്ത ലോണാ. അതുപോലെ തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസം നടത്താൻ ഇവിടെയുള്ള പരിമിതമായ സൗകര്യം, മക്കൾ പുറത്തുപോയി പഠിക്കാൻ എങ്ങനെയെങ്കിലും കുടുംബം രക്ഷപ്പെടട്ടെ എന്ന നിലക്ക് ഈ കിടപ്പാടം പണയം എടുത്ത് ലോൺ എടുത്ത 2 ലക്ഷവും 5 ലക്ഷവും എടുത്ത ആളുകളെ മുഴുവൻ കൊല വിളിക്കുകയാണ് ഈ സർഫാസി ആക്ടിന്റെ പേരും പറഞ്ഞിട്ട്. ആരാ ചെയ്യുന്നത്? ഇവിടെ CPM-ന്റെ കയ്യിലല്ലേ സഹകരണ ബാങ്കുകൾ മുഴുവൻ. ഇന്നിപ്പോ അത് കേരള ബാങ്ക് ആക്കിയില്ലേ? എന്നിട്ട് 2 ലക്ഷം രൂപ ലോൺ എടുത്തവനെ 10 ലക്ഷത്തിന്റെ പ്രോപ്പർട്ടി പിടിച്ചങ്ങോട്ട് പറിച്ചു വാങ്ങുക. ഇവർ കയറെടുക്കുക, നടു റോഡിലേക്ക് ഇറങ്ങുകയാണ്. റോഡ് സൈഡിൽ കൂര കെട്ടി താമസിക്കുന്നു കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ.
ആരാ ഭവനം പിടിച്ചെടുക്കുന്നത്? അതിന്റെ ഒരു ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞ നിയമസഭയിൽ, ജപ്തി നിരോധന ബില്ല്. ഒരാളെ പറയാൻ പറ്റുമോ പിണറായിക്ക്? ആ ബില്ല് വലിയ കൊട്ടിക്കൊഴിച്ച ബില്ലായിരുന്നല്ലോ. ഒരാളെ ജപ്തി നടപടിയുടെ അതിന്റെ പേരിൽ നിർത്തിവെച്ചത്. ആളെ പറ്റിക്കുക. അപ്പം ഞങ്ങൾ അതിൽ ഉന്നയിക്കുന്ന, ആ സമരത്തിൽ ഉന്നയിക്കുന്ന രണ്ടാമത്തെ വിഷയം ഈ സർഫാസി ആക്ട് ആണ്. ആ സർഫാസി ആക്ടിന്റെ മറവിൽ മനുഷ്യരെന്താ ചെയ്യുന്നത്? ഞങ്ങൾ അതിന് പ്രതിരോധം തീർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനകീയ പ്രതിരോധ സമിതികൾ കേരളത്തിൽ ഉടനീളം ഉണ്ടാക്കും. ഈ ജപ്തി ചെയ്യുന്ന വസ്തു വാങ്ങാൻ ഒരാളും തയ്യാറാവില്ല. തയ്യാറാകുന്ന ആളുകൾക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കും. അവരെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തും. അവർക്ക് ഊരുവിലക്കുണ്ടാക്കും ജനങ്ങൾ കൂടിയിട്ട്. ഒരാൾ വന്നിട്ട് ഈ പറയുന്ന ബാങ്കുകൾ ജപ്തി ചെയ്യുന്ന സാധനങ്ങൾ എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നമുക്ക് നോക്കാം, ഈ ബാങ്കെല്ലാം കൂടിയിട്ട് ഇത് വിഴുങ്ങോ? തിന്ന് തീർക്കാൻ പറ്റുമോ ഈ വീടൊക്കെ? അതിന് സമ്മതിക്കില്ല. അതിന് ജനകീയ പ്രതിരോധം ഉണ്ടാക്കും. ആ പ്രതിരോധവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ നാട്ടിൽ നടക്കുന്ന, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള നമ്മുടെ പോസ്റ്റ്മോർട്ടമാണ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അനാവശ്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടങ്ങൾ. യെസ്, ആ പോസ്റ്റ്മോർട്ടം തടയാൻ നിയമത്തിൽ മാറ്റം വരുത്തണം. വൈകുന്നേരം 5 മണിയായാൽ പോസ്റ്റ്മോർട്ടം ഇല്ല. അപകടത്തിൽ പെടുന്ന, ദുരന്തത്തിൽ പെടുന്നവര്, അതിലും വലിയ ദുരന്തമാണ് ഈ പോസ്റ്റ്മോർട്ടം. അതിൽ നിയമ ഭേദഗതി വരുത്തണം. അപകട മരണങ്ങളിൽ അനാവശ്യമായ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി ഈ മനുഷ്യരെ സഹായിക്കണം. അതിന് നിയമ ഭേദഗതി വരുത്താനുള്ള ഒരു പോരാട്ടവും ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ഇതാ ഇവിടെ പോലീസ് ഓഫീസർമാരുണ്ട്. എന്നും പോലീസ് സ്റ്റേഷനിൽ എന്താ പറയാ, പോസ്റ്റ്മോർട്ടത്തിന് പോവുക, ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടത്തിന് പോവുക. വാഹനം ഇടിച്ചാ മരിക്കുന്നത്. ഇന്ത്യയെ പോലുള്ള 150 കോടി ജനങ്ങളുള്ള ഈ നാട്ടിൽ എന്നും പോസ്റ്റ്മോർട്ടാ. ഒരു വർഷം 15,000 പോസ്റ്റ്മോർട്ടാണ് നിയമസഭയിൽ വന്ന കണക്ക് കേരളത്തിൽ. ദുരന്തങ്ങൾ ഉണ്ടാക്കുക മനുഷ്യർക്ക്. അതിന് നിയമ ഭേദഗതി വേണം. അതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം. ഈ 3 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകുന്നത്. എന്താണ് പ്രശ്നം? വയലേഷൻ അല്ലല്ലോ. നിങ്ങൾ ചീഫ് ഓഫീസറോട് നല്ല സംസാരിച്ചാണല്ലോ. ഏത് ആക്ട് പ്രകാരം വയലേഷൻ? ആക്ട് എഴുതൂ. അല്ല, യു റൈറ്റ് ഇറ്റ്. നോ. ഞങ്ങൾ എന്ത് ആക്ടാന്ന് കൂടി നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ്, വാട്ട് ഈസ് ദിസ്? റെസ്ട്രിക്ഷൻ ഓൺ എലക്ഷൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് 48 years above. എന്താണ്, വാട്ട് ഈസ് ദ റെസ്ട്രിക്ഷൻ? It has to come to know. Notice that there has been a violation of model code of conduct from your end. It is requested to ensure that the violation of MCC being, you show me the act, you show me the law. Show me. ഞാൻ നിങ്ങളുടെ ഇന്നലത്തെ സീനിയർ ഓഫീസറുമായി സംസാരിച്ചാണല്ലോ. ഈ ഇലക്ഷൻ ആരാ നേരിടുന്നത്? കുഞ്ഞുമാൻ മാറിയിട്ടെന്നാ സംസാരിച്ച്. ആ നമ്പർ കൊടുക്കൂ. എന്തിനാ പെർമിഷൻ? പ്രസ് കോൺഫറൻസിന് പെർമിഷൻ വേണോ? ആ ഇല്ലല്ല, നിങ്ങൾ അത് എഴുതു. വയലേഷൻ മാത്രം. എന്താണ് വയലേറ്റ് ചെയ്യുന്നത്? ഏത് ആക്ടിന്റെ, ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത്? അല്ലല്ല, അത് ആ ആക്ട് പറയൂ. നിങ്ങൾ കാണിച്ചു തരും. നിങ്ങൾ വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ വിവരം അറിയും. ഞങ്ങൾ കോടതിയിൽ പോവും. ഈ നിയമം അതിനെ അനുശാസിക്കുന്നില്ല. നിങ്ങൾ ആരുടെയെങ്കിലും എന്താ പറയാ പിണയാളുകളായിട്ട് വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ ആക്ടെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അല്ല, നിങ്ങൾ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതല്ലേ. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്ന് അതൊന്ന് വായിക്കൂ. പത്രക്കാരൊന്ന് കേൾക്കട്ടെ. പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല 40 years ബിഫോർ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നൊന്ന് വായിക്കൂ. അതുണ്ടെങ്കിൽ ഇപ്പൊ എണീക്കും ഞാൻ. നമുക്ക് പത്രസമ്മേളനം ചെറുതുരുത്തി പാലത്തിന്റെ അപ്പുറം നടത്താം. പാലത്തിന്റെ അപ്പുറത്തേക്ക് ദയവായിട്ട് നിങ്ങളൊന്ന് വന്നാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷന്റെ പുറത്തു പോലെ അത് വായിക്കുമോ നിങ്ങൾ? ഇത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെയുണ്ട്. എന്തിനാ പിണറായി ഭയപ്പെടുന്നത് ഈ വാലില്ലാ കൊടാലിയെ? അത് ശരി. അല്ല, എനിക്ക് ഫോണൊന്നും വേണ്ട, നിങ്ങളത് കാണിച്ചാൽ മതി. ഇവിടെ വന്ന ഓഫീസർമാര്, ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പത്രക്കാരെ അവിടെ ഇരിക്കുന്നത്. ആ ജനങ്ങൾക്ക് അത് അറിയണം. ആ ആക്ട് കാണിക്കും. മോഡ് ഓഫ് കോൺ വായിച്ചു തരൂ. എന്താണ് വായിക്കൂ? അല്ല, നിങ്ങളത് ഫുള്ളായിട്ട് വായിക്കുക. പിന്നെ എവിടെയും വക്കും മൂലം വായിച്ചിട്ട് കാര്യമില്ല. അല്ല, നിങ്ങളത് വായിക്കൂ. എനിക്കത് ബോധ്യപ്പെടണ്ടേ? ഞാൻ നിർത്താം. നിയമവിരുദ്ധമാണെങ്കിൽ ഈ സെക്കൻഡിൽ നിർത്തും. എന്താണ് വാട്ട് ഈസ് ദ ഇലക്ഷൻ മാറ്റേഴ്സ്?
ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇത് നടക്കുന്നുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ, ആ കാര്യം പറയാൻ ഇവിടെ വന്നത്. നോ 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 ഇവിടെ 40 ലക്ഷം രൂപയാണ്. പത്രക്കാർ കേൾക്കുക, ഇതാണ് മെയിനായിട്ട് ഞാൻ വന്ന കാര്യം. ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ 40 ലക്ഷം രൂപയാണ്. ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത് 34,98,00,000 രൂപയാണ് ഈ 3 മുന്നണികൾ കൂടി ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ ഇലക്ഷൻ വയലേഷൻ നടത്തിയ ആളുകളെ നോക്കാൻ ഒഴിവില്ലാത്തവനാ പോകുന്നത്, മനസ്സിലായില്ലേ? ഏറ്റവും വലിയ ഇലക്ഷൻ അഴിമതി നടത്തിയത് 34,98,00,000 രൂപ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് ഈ 3 മുന്നണികളും. ഞാനൊന്ന് വായിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ പോകുന്നില്ല. ഇവരൊന്ന് ജയിക്കട്ടെ, കോടതിയിൽ നമുക്ക് കാണാം. ഈ പച്ചയായിട്ടുള്ള ഇലക്ഷൻ വയലേഷൻ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്നു 3 മുന്നണികളും. ഇത് കൃത്യമായി ബൂത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണക്കെടുത്ത് വീഡിയോ എടുത്ത് അത് വെച്ചിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുന്നത്. ഇത് 12/11/24 ഇന്ന് രാവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിക്കാൻ അവിടെ വന്നത്. ഓരോ മണ്ഡലത്തിലും ഒരു ചെലവ്, ഓരോ പഞ്ചായത്തിലും ചെലവാക്കിയ കണക്കുകൾ ഓരോ മുന്നണികളും. അപ്പം ഇത് കാണാൻ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ കഴിവില്ല. ഇവിടെ ഓഫീസ് എക്സ്പെൻസ്, പോസ്റ്റർ, വാള്, നോട്ടീസ്, ഫ്ലെക്സ് ബോർഡ്, ബിഗ് ഹോർഡിങ്, ഫ്ലാഗ്, ബലൂൺ, ടീഷർട്ട്, വെഹിക്കിൾസ്, ഹ്യൂമൻ റിസോഴ്സസ്, പഞ്ചായത്ത് ലെവൽ മാസ് റാലി, ലാസ്റ്റ് ഡേ ക്യാമ്പയിൻ എക്സ്പെൻസ്, സ്റ്റാർ ക്യാമ്പയിനർ എക്സ്പെൻസസ്, അഡീഷണൽ കോസ്റ്റ് ഫോർ ദ ഡ്രൈവേഴ്സ്. 33 മെമ്പർമാർ ഇവിടെ ഇപ്പൊ LDF മൊത്തം ഉള്ളത് 99 ആളുകളാണ്. അതായത് 97 പറയുന്ന MLA-മാരും 3 രാജ്യസഭാ MP-മാരും. അതിനെ ഞങ്ങൾ 3ആയി ഡിവൈഡ് ചെയ്തു. 1/3 ഇവിടെ നിൽക്കുന്നു, 1/3 പാലക്കാട് വർക്ക് ചെയ്യുന്നു, 1/3 വയനാട്ടിൽ വർക്ക് ചെയ്യുന്നു. അവരുടെ താമസം, അവരുടെ ഭക്ഷണം, ഒരു ബൂത്തില് ആവറേജ് നിങ്ങൾ നടന്നു നോക്കണം. 5 ഓഫീസ് ഉണ്ട് ഇവർക്ക് ഒരു ബൂത്തില്. എല്ലാ അങ്ങാടിയിലും ബൂത്ത് കമ്മിറ്റിയാണ്. ഒരു ബൂത്തിന് ആവറേജ് 50,000 രൂപ അവർ ചെലവാക്കിയിട്ടുണ്ട്. 50 ബൂത്ത് ഈ പറയുന്ന 50,000 രൂപ വെച്ച് 177 ബൂത്തിൽ ഇവിടെ ചെലവാക്കിയ പൈസ എത്രയായി നിങ്ങൾക്ക് ഇപ്പൊ ഇറങ്ങിയാൽ കാണാം. ഒരു ബൂത്ത് പരിശോധിച്ചാൽ മതി. 88,50,000 രൂപ. വെറും 50,000 രൂപ ഒരു ബൂത്തിന്റെ ചെലവ്. ഓഫീസ്, റെന്റ്, ഇലക്ട്രിസിറ്റി, ഒരു വലിയ ഹോർഡിങ്, അതിന്റെ ലൈറ്റിങ്, സോഫ, കസേര, 50,000 രൂപ ആവറേജ് ചെലവാക്കിയിട്ടുണ്ട്. അത് വെച്ച് കണക്ക് കൂട്ടിയാൽ 88,50,000 രൂപയുടെ ചെലവാക്കിയിട്ടുണ്ട്. എന്തില്? ബൂത്തിന് വേണ്ടി മാത്രം. പോസ്റ്റേഴ്സ് വിശദമായി പറയുന്നുണ്ട്. പോസ്റ്റേഴ്സിന് മാത്രം 88 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട്. ചുമരെഴുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ആവറേജ് ഒരു ബൂത്തിൽ 20 ചുമരെഴുത്തുണ്ട്. 10,000 രൂപയാണ് ആവറേജ് ചാർജ് ചെയ്യുന്നത്. 2 ലക്ഷം രൂപ ഒരു ബൂത്തിൽ ചുമരെഴുതാൻ ചെലവാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ 177 ബൂത്ത്. പൈസ എത്ര വേണമെന്നറിയോ? 35,40,000. ഒരു മണ്ഡലത്തിലേക്ക് അടിച്ച നോട്ടീസുകൾ മാത്രം 10,62,000. ഫ്ലെക്സ് ബോർഡുകൾ 7 ലക്ഷത്തി ചില്ലാനം. ഓരോ മുന്നണി ചെലവാക്കിയ വലിയ ഹോർഡിങ്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓരോ മുന്നണിക്കും ആവറേജ് 30 എണ്ണം ഈ മണ്ഡലത്തിൽ. 60,000 തൊട്ട് 1 ലക്ഷം രൂപ വരെ അതിന്റെ പൈസ. അങ്ങനെ അങ്ങോട്ട് വരുന്നു. മന്ത്രിമാരെ താമസം, ഈ 33 മന്ത്രിമാർക്ക് ഇവിടെ താമസിക്കാൻ ആവറേജ് നമ്മൾ എടുക്കും 6,000 റുപ്യാണ് ഒരു റൂമിന് വരുന്നത്. പിന്നെ അതിന്റെ കൂടെ അവരുടെ ഡ്രൈവർ, അറ്റ്ലീസ്റ്റ് മറ്റൊരു സഹായി, അവർക്ക് 2,500 രൂപ. അങ്ങനെ 33 ആളുകൾക്ക് ഈ 2 വിഭാഗത്തിനുമായിട്ട് 18 ദിവസത്തെ ചെലവ് കോടികളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോരുത്തരും ദേശീയ നേതാക്കന്മാര് ഇവരെല്ലാം കൂടെ ഇവിടെ വന്ന് കൂടിയിരിക്കുകയാണ്. ഈ ചെലവഴിച്ച പൈസ ഈ കേരളത്തിലെ ജനങ്ങള്, പ്രത്യേകിച്ച് ഈ ചേലക്കരയിലെ പാവങ്ങൾ ഇത് മനസ്സിലാക്കണം. 34,98,000 രൂപ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതി അവർ പരിശോധിക്കാൻ തെളിവടക്കാ കൊടുത്തിരിക്കുന്നത്. ഈ 35 കോടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന 1000 വീട് വരെ ഉണ്ടാക്കി കൊടുക്കാം. അത് തടുക്കാൻ കമ്മീഷന് പരാതി കൊടുത്തു. ഇവിടെ വന്നിരുന്നല്ലോ. ഇപ്പൊ എന്തേ കമ്മീഷൻ പോയത്? എന്താ പോയത്? ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കേ. ഈ പറയുന്ന ഈ 35 കോടി എന്തിനാണ്? ഈ പ്രദീപനെ ഇവിടെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഈ രമ്യ ഇവിടെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഈ നാട്ടുകാരനായ ബാലകൃഷ്ണനെ BJP സ്ഥാനത്ത് അറിയാത്തവരാരുണ്ടോ? പിന്നെ എന്തിനാണ് ഈ പ്രചരണം? ഈ കോടികൾ മുടക്കിയത്? ഞങ്ങൾ കുറെ വീട്, ഇപ്പൊ 15 വീടിന്റെ പണി ഞങ്ങൾ നടത്തുന്നുണ്ട്. ഒരു വാതിൽ കട്ടില്ല. ഈ പറയുന്നവര്, ജനകീയ മുഖമുള്ളവര്, ജനങ്ങളെ സേവിക്കാൻ നടക്കുന്നവര്,
ഇല്ലല്ലോ, തന്നിട്ടില്ലല്ലോ. ഒരു വാതിൽ കട്ടർ വാങ്ങിച്ചു തന്നവര് എന്താ അവർ തടുക്കാൻ നടക്കുക? ഒന്നും കൊടുക്കൂല. പട്ടിണി പാവങ്ങള് ആഫ്രിക്കയിലെ പുറകില് അങ്ങനെ ദാരിദ്ര്യത്തിന്റെ അങ്ങേ തലയിൽ കൊണ്ടുപോയി നിർത്തുക. ഇപ്പൊ ബഹുമാനപ്പെട്ട റിയാസ് എവിടെ താമസിക്കുന്നത്? ഈ ചെറുതുരുത്തിയിലല്ലേ? ഇന്നലെ ഞങ്ങളടുത്ത് സഖാവ് വന്നിരുന്നു. ഈ നാട്ടുകാർ കേൾക്കണം. സഖാവ് ഉമ്മർ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാ. 45 കൊല്ലമായി രാധാകൃഷ്ണന്റെ കൂടെ പൊതുപ്രവർത്തനം നടത്തുക. ആ സാധുവിന് 3 പെൺമക്കളുണ്ടായിരുന്നു. 2 കുട്ടികള് കുറച്ച് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് റെയിൽ ആക്സിഡന്റിൽ റെയിൽ ക്രോസ് ചെയ്യുമ്പോൾ മരിച്ചു. നമ്മളൊക്കെ വേദനയോട് കേട്ടതാ. ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളത്. ആ കുട്ടിയെ പഠിപ്പിക്കാൻ ഈ സാധു ഒരു ലോൺ എടുത്തു. എത്ര എടുത്താ അറിയുന്ന നോക്ക്? 1 ലക്ഷം റുപ്യ. 1 ലക്ഷം റുപ്യ എടുത്തത്. ആ വീട് ജപ്തി ചെയ്യാണ് ഇവര്. ഈ രാധാകൃഷ്ണൻ ഉൾപ്പെടെ പാർട്ടി നേതാക്കന്മാരെ പോയി അദ്ദേഹം കാലൊടിച്ചു. എന്റെ അടുത്ത് വന്ന് നിന്ന് അദ്ദേഹം കരഞ്ഞു. ഈ വെക്കുന്ന ഓഡിങ് 1 ലക്ഷം ഓഡിങ് 30 ഓഡിങ് അവർ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ കിട്ടിയെണ്ണം 1 ലക്ഷം റുപ്യ ഏറ്റവും ഉണ്ട്. ഒരു ഓഡിങ്ങിന്റെ പൈസ സാധുവിന് കൊടുത്താൽ അയാളെ വീട് പോവോ? ഈ റിയാസിന്റെ കൺമുമ്പിലാണല്ലോ. ആ മനുഷ്യനൊന്ന് വിളിച്ച് സംസാരിച്ചൊന്ന് പോയി നോക്കിയോ? അല്ല ഉമർ സഖാവ്, എന്താ പ്രശ്നം? എവിടുന്നാണ് ഈ പണം കൊടുന്ന് മറിക്കുന്നതെന്ന്? എവിടുന്നാണ് ഇത്? ആസി മൊയ്തീൻ തന്നെ കൊടുത്ത പരാതി അല്ല കേട്ടോ. ഇത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഒഴിവാൻ പറ്റില്ല. ഇപ്പൊ ഒരു ട്രൗസർ ഇട്ട് വന്ന് ഒരുത്തം ഇവിടെ വന്ന് പോയല്ലോ. അവനൊക്കെ ഇതിന് ഉത്തരം പറയണം. അവരുടെ കൺമുമ്പിലാണിത്. ഇത് ആയിക്കോട്ടെ, കർശന നടപടി എടുക്കട്ടെ. കർശന നടപടി നമുക്ക് കാണാം. ഞാനും കർശനമായിട്ടുള്ള നിയമ പോരാട്ടത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. ഇവർക്ക് കണ്ണോട്ടന്മാരല്ലേ നടക്കുന്നത്? പൊതുസ്ഥലങ്ങളിൽ പബ്ലിക് പ്ലേസിൽ തൊട്ടിക്കാൻ പാടില്ല. സകല ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ ഇതല്ലേ? ഒന്നിന്റെ മുകളിൽ കറുപ്പടിക്കുക ഒരു സാധാരണ. ഒറ്റൊരു സ്ഥലത്ത് ഈ ഇലക്ഷൻ കമ്മീഷൻ കറുപ്പടിച്ചിട്ടുണ്ടോ? ഒരു പാസ്റ്റർ മാന്തി പൊടിച്ചിട്ടുണ്ടോ? ആശുപത്രിയുടെ ചുമരിൽ വരെ ഇവരുടെ ചുമരെഴുത്തല്ലേ? ഇതെന്താ പറയാ? അഹങ്കാരം, ധിക്കാരം എന്നല്ല പറയാ. എന്നിട്ട് അതൊന്നും ഇലക്ഷൻ കമ്മീഷൻ കാണുന്നില്ല. അവര് കാണാത്തതുകൊണ്ട് തന്നെയാ പരാതി കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തി ഇത് പറയുന്നവർ അറിഞ്ഞു അല്ലേ? അതാണ് വിഷയം. അപ്പം ഈ ജനങ്ങളാകെ മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ 20-ാം തീയതി ഈ നിയോജക മണ്ഡലത്തിലെ റിസൾട്ടിനൊന്നും ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല. ഇവിടുത്തെ മുഴുവൻ സന്നദ്ധ സംഘടനകളെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അവരുടെ വലിയൊരു യോഗം ചേരുന്നുണ്ട്. ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനങ്ങൾ എങ്ങനെയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഈ വീടുകളെ ഞങ്ങൾക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ പരിശോധിക്കേണ്ടതുണ്ട്. അവരെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. റോഡുകൾ നിങ്ങൾക്കറിയാലോ. നിങ്ങൾ പോയി നിങ്ങളെ വണ്ടിയുടെ അബ്ബൊടിയാത്ത ആരെങ്കിലും ഉണ്ട് ഇവിടെ? ഈ 2 മെയിൻ റോഡല്ലാതെ ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി എന്താ? നിലമ്പൂരിൽ നിങ്ങൾ വരൂ. തൊഴിലുറപ്പ് പദ്ധതി പരമാവധി ഉപയോഗപ്പെടുത്തണം. മെറ്റീരിയൽസ് 40% വരെ വാങ്ങാം. ഈ തൊഴിലാളികൾ ഉപയോഗിച്ചിട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്യണമെന്നുള്ളൂ. 1000-ഓളം റോഡ് നിലമ്പൂരിൽ 8 കൊല്ലത്തിനിടയ്ക്ക് ഞങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഫണ്ട് വെച്ചിട്ട് ഞങ്ങളത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒരു റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ പാവപ്പെട്ട ഈ തൊഴിലുറപ്പ് സഹോദരിമാർക്ക് എന്താ പണി? കണ്ടവന്റെ പറമ്പ് പോയി കളച്ചു കൊടുക്കുക ഇവര് പറയുന്നേ. ഇവിടെ റബ്ബർ എസ്റ്റേറ്റിലും പറമ്പിലും ഇവിടെയാണ്. അതിലൊരു പ്രൊവിഷൻ ഉണ്ട്. അതിൽ നിവൃത്തിയില്ലേ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇവിടുത്തെ സകല മലയാളിമാരി തോട്ടത്തില് ഈ പാവപ്പെട്ട സഹോദരിമാരെ തൊഴിലുറപ്പ് പദ്ധതിക്ക് വിടുക. ഒരു റോഡും ഉണ്ടാക്കൂല. എന്താ പറയാ, ഒരു തോട് പോലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കെട്ടാൻ ആ ജോലിക്ക് അവരെ വിടില്ല. ഇതാണോ കമ്മ്യൂണിസം? ഇത് എവിടുത്തെ കമ്മ്യൂണിസാ? ഒരു 5 പൈസ കേന്ദ്ര ഫണ്ട് ഒരു പൈസ ഉപയോഗിച്ചിട്ടില്ല. ഈ SC ST കോളനികൾക്ക് എത്ര കോടി രൂപ ഞങ്ങളൊക്കെ ഉപയോഗിച്ചത് നിലമ്പൂർ? നിങ്ങൾ വന്ന് നോക്കൂ. ഇവിടെ ഒരു പൈസ എന്തായിട്ടില്ലാത്ത ആ കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടിയ പോലെ BJP ആവും പേടിയാണ്. അപ്പം ഈ പട്ടിണി പരിവട്ടം എങ്ങനെ നിർത്തണം? PV അബ്ദുൾ വഹാബ് MP നിലമ്പൂരിൽ ലീഗിന്റെ MP ആണോ നിങ്ങൾക്കറിയാലോ. ഞാൻ എന്റെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷം 8 വർഷം പോരാടിയതാ കോൺഗ്രസ് ലീഗുമായിട്ട്. പക്ഷെ നിങ്ങളത് വന്നു നോക്കൂ. ഞങ്ങൾ അവിടെ നെക്സസാ. എന്തിനറിയോ? ആ നാടിന്റെ ഡെവലപ്മെന്റിന് ഞാനും PV അബ്ദുൾ വഹാബ് നെക്സസാ. നന്മക്ക് വേണ്ടിയിട്ട് പരിപൂർണ പിന്തുണയല്ലേ അദ്ദേഹത്തിന് കൊടുക്കാറ്. എത്ര കോടി രൂപയുടെ പ്രൊജക്ട് കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹം മണ്ഡലത്തിൽ കൊണ്ടുവന്നു? 25. അപ്പൊ 5 പോയി. പിടിച്ചപ്പോ 25 പോട്ടെ, അതങ്ങനെ പോകും. ഈ കൊള്ളക്കാരായ പോലീസുകാരല്ലേ സ്വർണ്ണ ബിസ്ക്കറ്റിനെ അടിച്ചു പോകണേ 25-ന് 5 വലിക്കാൻ ടക്കിച്ച് വലിക്കൂലേ? അപ്പൊ അത് വിഷയാക്കണ്ട, അത് വലിയും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് PV അബ്ദുൾ വഹാബ് MP അദ്ദേഹം ലീഗിന്റെ നേതാവാണല്ലോ. ഞങ്ങൾ നല്ല ഫൈറ്റാ രാഷ്ട്രീയമായിട്ട്.
കാല് കുത്താൻ ഇടം കൊടുക്കാതെ ഞാൻ പോരാടിയിട്ടുണ്ട്. പക്ഷേ അവിടെ നടക്കുന്ന ഡെവലപ്മെന്റിൽ ഞങ്ങൾ ഒന്നാ. അദ്ദേഹത്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ അതിനൊക്കെ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരാളെയും കൊണ്ട് അടുപ്പിക്കൂല, ഒരു കേന്ദ്ര ഫണ്ടും കൊടുക്കൂല. എന്നാൽ ഇവര് കൊടുക്കുവോ? അവരും കൊടുക്കൂല. അപ്പം കേന്ദ്ര സർക്കാരിന്റെ നിരവധി അനവധി സൗകര്യങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തില്ല ഈ പേരും പറഞ്ഞിട്ട്. ഈ ജൻധൻ അക്കൗണ്ടുകൾ 500 രൂപ ഇപ്പൊ കൊറോണ സമയത്ത് അവിടെ കൊറോണ പിടിച്ച അപേക്ഷ കൊടുത്ത മുഴുവൻ ആളുകൾക്കും 3 തവണ ഈ 500 വെച്ച് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റ് തരുന്ന എന്താ വാങ്ങിയ കുഴപ്പം? നമ്മളെ നികുതിയല്ലേ, GSTന്റെ പകുതി പോവല്ലേ, കിട്ടാവുന്നതിന്റെ പരമാവധി വാങ്ങണ്ടേ? BJPയെ നമ്മൾ എതിർക്കുന്നത് അവരുടെ വർഗീയതയാണ്, അതിനെ ശക്തമായി മരിക്കണവരെ എതിർക്കും. പക്ഷെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ടേ, ജനങ്ങളെ സഹായിക്കുന്ന? ഇവിടെ ഒരു അക്കൗണ്ട് പോലും ഇല്ല, ഒരു അക്കൗണ്ട് പോലും ഇല്ല. പിന്നെ മറ്റൊരു ലോൺ ഉണ്ട്, എന്താണ്? മുദ്രാ ലോണ്. ആ മുദ്രാ ലോണ് വഴിയിട്ട് എന്താ പറയാ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ലോൺ കൊടുക്കുന്നുണ്ട്. ഒരു പൈസ ഗ്യാരണ്ടി വേണ്ട, കൊളാറ്ററൽ വേണ്ട. എത്രയോ ആളുകൾക്ക് സ്ത്രീകൾക്കടെ വാങ്ങിക്കൊടുത്തു. കേരളയിലൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം. ഞാൻ ആ മണ്ഡലത്തിൽ മാത്രമല്ല, നിലമ്പൂർ PV അൻവർ MLA ഓഫീസ് നിലമ്പൂർക്കാർക്ക് മാത്രമല്ല, ആ മണ്ഡലത്തിലെ സകലമാന മണ്ഡലത്തിൽ നിന്ന് ആളുകൾ വരാറുണ്ട്, അവരെ നമ്മൾ സഹായിക്കാറുണ്ട്. അതിന് സിസ്റ്റം അവിടെ. അപ്പൊ ഒരു പണിയില്ലാതെ നടക്കുന്ന സഹോദരിമാർ വരുമ്പോൾ നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങളൊരു 10 മെഷീൻ വാങ്ങ്, ഒരു മുദ്രാ ലോൺ കൊടുക്ക്. അവര് വാങ്ങി 35% സബ്സിഡിയാ, 10 ലക്ഷം വെച്ച് പലർക്കും വാങ്ങിച്ചു കൊടുത്തു. 2 ആള് 3 ആള് വെച്ച് തുടങ്ങിയ സഹോദരിമാരുടെ ആ യൂണിറ്റുകൾ ഇന്ന് 30-40 ആളുകൾ വർക്ക് ചെയ്യുക. ചിലരൊക്കെ 1 കോടിയിലെ വിറ്റുവരവിലേക്ക് എത്തി. ഇതല്ലേ രാഷ്ട്രീയ പ്രവർത്തനം? അപ്പൊ എന്താ അത് പറ്റൂല? അതെന്താ? മുദ്ര ലോൺ കിട്ടുക, ആ പേപ്പറിന്റെ മുകളിൽ ഉണ്ടാവും ആ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ, അത് കണ്ട ഈ ഫോട്ടോ ഒന്നായിട്ട് പോകുന്ന ഇവരെ പേടി. നിലമ്പൂരിൽ ഒരു ഒറ്റ സീറ്റില്ല BJPക്ക് ഇതൊക്കെ ചെയ്തിട്ട്. അതാണ് രാഷ്ട്രീയം. 7 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിന്റെ ആയിട്ട്, ഒരു മുനിസിപ്പാലിറ്റിയിൽ 2 വോട്ട് ജയിച്ച ഒരു സീറ്റുള്ളൂ. ഞങ്ങൾക്ക് ആ പേടിയില്ല. ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സകലമാന സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. ഇനി അവന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരുണ്ടല്ലോ ഇവിടെ, എത്ര MP മാരുണ്ട്? ഒരു രാജ്യസഭ MP-ന്റെ 5 പൈസ ഇവിടെ കണ്ടോ? എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടോ ഇവിടെ വികസനത്തിന്? BJPക്കാർ ഇവിടെ എന്താ ഇന്ന്? ഇത്രയും സ്വാധീനമുള്ള ആളുകള് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് 100 രൂപ ഈ മണ്ഡലത്തിൽ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ ഈ നടന്നിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ചോദിച്ചു പലരോടും. അപ്പൊ ഇതാണ് നെക്സസ്. പട്ടിണി പാവങ്ങളായിട്ട് ഒരു മണ്ഡലത്തിലെ മനുഷ്യരെ എങ്ങനെ പേക്കോലങ്ങളാക്കി ഇടുക. ആശുപത്രി ഇല്ല, ചികിത്സയില്ല, ഡയാലിസിസ് വന്ന ഓൻ മരിച്ചോളണം. ആശുപത്രിയിൽ നിന്ന് ക്യാൻസർ പിടിച്ച് മടക്കിയാൽ അവിടെ വീട്ടിൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്ത് അവിടെ കിടന്ന് മരിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യര് ഈ ലോകത്ത് ഈ ചേലക്കരയല്ലാതെ എവിടെ ഉണ്ടാവുക? എന്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ 10 ആളെ വിളിച്ച ഇവിടെ ഒരു പൈനാൻ പാലിയേറ്റീവ് സ്റ്റാർട്ട് ചെയ്യില്ലേ? ഒരു ആംബുലൻസ് കൊടുക്കുന്ന പറഞ്ഞാൽ കൊടുക്കൂലേ? നിങ്ങൾ കുറച്ച് സാധനം കൊടുക്കുക പറഞ്ഞാൽ കൊടുക്കൂലേ? എന്താ മുടക്ക്? ഒരു മുടക്കൂല്ലല്ലോ. എന്താ വിളി മാത്രം? ഒന്ന് സഹായിക്കും മനുഷ്യന്മാരെ എന്ന് പറയാൻ. എന്താ ഇവർ തയ്യാറാവാത്തത്? കഷ്ടപ്പെട്ട് ദുരിതമായിട്ട് അങ്ങനെ നടക്കട്ടെ. അപ്പൊ എന്നും വരുമല്ലോ, സാറേ, സഖാവേ, സാറേ. കോൺഗ്രസ്സുകാരെയും BJPന്റെയും നേതാക്കന്മാരുടെ കമ്മ്യൂണിസ്റ്റുകാരെയും മൂട്ടിൽ ഇങ്ങനെ നടക്കുന്ന ഈ പാവങ്ങള് ജീവിതത്തിന്റെ 2 അറ്റം മുട്ടാൻ ഒരു മാർഗമില്ല. സർക്കാരിന്റെ സഹായം കിട്ടണം. അപ്പൊ ഒരു വീട് കൊടുത്താൽ ഒരു തറയിടും, എന്നിട്ട് 2 കൊല്ലവനെ ഇരുത്തും. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കട്ടില വെക്കാനുള്ള പൈസ കൊടുക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചുമര് കെട്ടാനുള്ള പൈസ കൊടുക്കും. അപ്പോ 6 മാസം കൊണ്ട് തീരുന്ന പെരപ്പണി 10 കൊല്ലം കൊണ്ട് തീരൂല. അതിനിടയിൽ 2-3 ഇലക്ഷൻ വരും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് കിട്ടുമല്ലോ, അതിന് ഈ സാധുക്കൾ ഇങ്ങനെ കാത്തിക്കും. ഇത് എന്ത് രാഷ്ട്രീയ? ഇതാണോ രാഷ്ട്രീയം? ഇതിലിവരെ ഒന്നല്ലേ ഒരു സമരം നടത്തിയവര്, ഈ പറയുന്ന UDF-ഉം ഈ പറയുന്ന BJPയും ഈ പറയുന്ന മനുഷ്യർക്ക് വീട് കൊടുത്ത് വീട് പൊളിപ്പിച്ച് പൈസ കൊടുക്കാതെ പെരുവഴിയിലാക്കിയിട്ട് ഒരു സമരം നടത്തിയോ? എന്തായി? രാധാട്ടനെ കണ്ടാൽ ഓല കാര്യം നടക്കും. അപ്പൊ രാധേട്ടനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ആ നേതാക്കന്മാർക്ക് പിന്നെ എങ്ങനെ രാധേട്ടനെ ഫേസ് ചെയ്യുക? ഇതല്ലേ രാഷ്ട്രീയം? അത് തന്നെയാണ് പൊളിറ്റിക്കൽ നെക്സസ്. അപ്പൊ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പറയാൻ തന്നെ തീരുമാനം. അതിനെ ഭയപ്പെടുത്തിയിട്ടും പേടിപ്പിച്ചിട്ടും ജയിലിലടിച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്ത് ജനങ്ങളോട് സംസാരിക്കും. അതിന് ദൈവം ഞങ്ങൾക്ക് തന്നൊരു ചാൻസാണ് ഈ പറയുന്ന ചേലക്കര. ഈ തെരഞ്ഞെടുപ്പ് കൂടി ഇല്ലെങ്കിൽ ഈ സാധുക്കളെ കുറിച്ച് ആരറിയാനാ? ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നില്ലെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പത്രക്കാർക്ക് ഇങ്ങനെയൊരു നാട് കേരളത്തിലുണ്ടെന്ന്? അപ്പൊ അതുകൊണ്ട് തന്നെ സുധീർ അടിച്ചു കയറി മുന്നോട്ട് പോവുകയാണ്. എല്ലാ പാർട്ടിയിൽ നിന്നും ജനണ്ടല്ലോ ഇവിടെ. ആ ജനത്തിനെ മറന്നു ഇവര്. ഈ പൊളിറ്റിക്കൽ നെക്സസ് അവരാണ് ഒന്നിച്ച് വോട്ട് ചെയ്യുന്നത്. ആ വിജയം നമുക്കുണ്ടാകും.
അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാൻ ഒരൊറ്റ ചാൻസ് 1.5 വർഷമാണ്. 1.5 വർഷത്തേക്കാണ്. ഞങ്ങൾ ഈ കണ്ടു കാണപ്പെട്ട ഈ പദ്ധതികൾ നടപ്പാക്കാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയ ബലം വേണം. ഇവിടെ പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന വീടിന് പെർമിറ്റ് കിട്ടണം. ആ പെർമിറ്റിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം, പിന്നെ നമ്പർ കിട്ടണം, പിന്നെ ഇലക്ട്രിസിറ്റി കിട്ടണം, റവന്യൂ ടാക്സ് കിട്ടണം. ഇതൊക്കെ തരാനുള്ളിടത്ത് എല്ലായിടത്തും ആരാണ്? ഇവർ തന്നെയാണ്. ഇപ്പോഴേ തടവ് തുടങ്ങി. അപ്പൊ ഒരാളെങ്കിലും, ഒരു ജനപ്രതിനിധിയെങ്കിലും ഈ കാര്യവുമായി ഓടി നടക്കാന് ഈ നാട്ടിലുണ്ടാവണം. അത് ബഹുമാനപ്പെട്ട ജനങ്ങൾ അത് മനസ്സിലാക്കുന്ന ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പത്രക്കാരെ, ജനങ്ങളെ, ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് 2 വാക്ക് പോലും പറയാൻ കഴിയാത്ത വിധം ഇവരിങ്ങനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുധീർ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നില്ല ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ മിനിയാന്ന് വരെ 2,000 വോട്ടിന് പിറകിലായിരുന്നു. ഇന്നലത്തെ സർവേ റിപ്പോർട്ട് ഞങ്ങൾ ക്രോസ് ചെയ്തു 5,000. ഇന്ന് ജനം ഇതും കാണുകയാണല്ലോ. നമുക്ക് നോക്കാം. ജനം ഇവിടെ തീരുമാനിക്കും. ജനം എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അതിനെ ബഹുമാനിക്കാതെ അതിനെ അങ്ങോട്ട് മുറിച്ചു കടത്ത് പോകാൻ നടത്തുന്ന ഈ നെക്സസിന്റെ ശ്രമം ജനങ്ങൾ പൊളിക്കും. അതുകൊണ്ട് ഈ പ്രതിസന്ധിയിലും പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം വന്നിട്ട് പോലും ഈ വിഷയത്തിൽ ഈ പത്രസമ്മേളനത്തിൽ വന്ന പത്രപ്രതിനിധികളെ, ആ റിസ്ക് എടുത്ത് വന്ന നിങ്ങളെ DMK-ക്ക് വേണ്ടിയും വ്യക്തിപരമായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർ കടലാസ് കാണിച്ചു തരാൻ പറഞ്ഞില്ലേ? ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇത് ചോദിച്ച് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ എറണാകുളത്ത് ഹൈക്കോടതിയിലെ സീനിയർ ലോയേഴ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് വന്നത്. പിണറായി വിജയൻ ഉപദേശം കൊടുക്കുന്നവർ ആരാ എനിക്കറിയില്ല. മനസ്സിലായില്ലേ? അതെനിക്കറിയില്ല. അവിടെ ഉപദേശം ഓ എന്താ കീഴ്വഴക്കം എന്ന് പറയുന്ന സംഗതി ആരുണ്ടാക്കിയ? എല്ലാത്തിന്റെയും ബേസ് നിയമമാണ്. കീഴ്വഴക്കം നാട്ടുകാരുണ്ടാക്കുന്ന കീഴ്വഴക്കത്തിൽ നടക്കുക നമ്മള്. അത് ഓരോ സമയത്ത് ഓരോ സൗകര്യത്തിനനുസരിച്ച് കീഴ്വഴക്കം ഉണ്ടാക്കും രാഷ്ട്രീയക്കാർ കൂടിയിട്ട്. ഞാൻ ആ രാഷ്ട്രീയക്കാരൊപ്പല്ല. ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് നടക്കുന്നത്. ആ നിയമത്തിനെതിരാണെങ്കിൽ പറയട്ടെ. കീഴ്വഴക്കം എന്താ? ഈ തെരഞ്ഞെടുപ്പ് ഈ അങ്ങാടിയിലെ മുഴുവൻ ഈ പോസ്റ്ററും ബോർഡും വെച്ചിട്ട് എന്താ കീഴ്വഴക്കമുള്ള ഇവർ കാണാത്തത്? നിലമ്പൂർ ഞാനൊക്കെ മത്സരിക്കുമ്പോൾ ഇത് എടുത്തു ഒപ്പിക്കാറില്ല സ്ഥിരമായിട്ട്. ഈ നാട് മുഴുവൻ ചുമര് മുഴുവൻ ഒട്ടിച്ചിട്ട് പബ്ലിക് പ്ലേസിൽ കറുത്ത ടാറടിക്കും. ശുക്കൂറിനെ അറിയാലോ. ഒരു സ്ഥലത്ത് അടിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക് പോസ്റ്റ് തന്നെ കാണൂല. അതിന്റെ മുകളിൽ ഇങ്ങനെ ഊഞ്ഞാലാടുക അവര് 3 ആള് കൂടിയിട്ട്. എന്തൊരു ഊഞ്ഞാലാട്ടാണ്! ഇതൊന്നും കാണാതെ എങ്ങനെ പോവുക? കണ്ണൂട്ടന്മാരായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ. പിന്നെ ഒരു സാധു ചെക്കനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് എന്താ കാര്യം? ആ സാധു എന്ത് ചെയ്യാനാ? അവന് നിവർത്തില്ല. അവന്റെ ഹയർ ഓഫീസേഴ്സ് പറയാ. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ ഹയർ ഓഫീസേഴ്സ് വരട്ടെ, ഈ സബ് കളക്ടർ വരട്ടെ, അല്ലെങ്കിൽ കളക്ടർ വരട്ടെ, നിയമം പഠിച്ചവരും അതിന് എക്സ്പീരിയൻസ് ഉള്ളവരും വരട്ടെ. വി വിൽ ഹാവ് ദ ഡിബേറ്റ്. എന്നിട്ട് ഞാൻ തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. അതല്ലേ ചെയ്യണ്ടേ? അത് ഉറപ്പല്ലേ? ഇത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വിവേകിന് വിവരം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ അയാൾക്കൊരു വിവരമില്ല, ഒരു തർക്കമില്ല. ഒരു നോട്ടീസ് വരുമ്പോൾ അതിന്റെ സെക്ഷൻ ഏതില്ലേ? ഇന്ന സെക്ഷൻ പ്രകാരം ഇത് പത്രത്തിലെ വാർത്ത വരുന്നത് അത് കോപ്പി ചെയ്തിട്ട് ഇലക്ഷൻ വയലേഷൻ എന്ന് പറഞ്ഞ ഒരു വാറോല നോട്ടീസും കൊണ്ടുവന്നാൽ PVN ഇതൊക്കെ ഇട്ട് എറിഞ്ഞിട്ട് പോണോ? നിങ്ങൾ വേറെ ആളെ നോക്കണം. ഇലക്ഷൻ കമ്മീഷൻ നടക്കൂലത്. നിയമം എല്ലാവർക്കും ഒന്നാണ്. അതവിടെ ഉണ്ടായിട്ടുള്ളത്. ബാക്കി കുറച്ച് പറയാനുണ്ട്, നമുക്ക് പിന്നെ പറയാം. മനസ്സിലായില്ലേ? പറച്ചിൽ തുടരാം നമുക്ക്. എന്തായാലും നമ്മുടെ മലയോര ജാഥക്ക് ദയവായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം. 10-25 ദിവസം ഉണ്ടാവും. ഇതിൽ പലരും മലയോര ഭാഗത്ത് നിന്ന് വരുന്ന മനുഷ്യരുണ്ട്. മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ ഒരു മാർഗമില്ല. നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി, എന്റെ വാപ്പാന്റെ അനുയായിയാണ്. എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള വ്യക്തിയാണ്. വീട്ടിൽ മാസങ്ങളോളം താമസിച്ചിട്ടുള്ള എന്റെ സഹോദരനെ പോലെ ജ്യേഷ്ഠനെ പോലെയാണ് അദ്ദേഹം. യാതൊരു തർക്കമില്ല. എന്റെ ജ്യേഷ്ഠൻ NCPന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അവരാ എന്താ പറയാ, ആ ഫാമിലി റിലേഷന്റെ ഭാഗം. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം വയനാട്ടിലെ ഈ ഇഷ്യൂ സിദ്ദീഖ് സബ്മിഷനായി ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അദ്ദേഹം നീട്ടിട്ട് പറഞ്ഞു, ഞാൻ വനം വന്യജീവ് വകുപ്പ് മന്ത്രിയാണ്, എനിക്ക് മൃഗങ്ങളെയും മരങ്ങളെയും കാടും സംരക്ഷിക്കലാണ് എന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്ക് മനുഷ്യരെ സംരക്ഷിക്കാൻ ബാധ്യതയില്ല എന്നല്ലേ അതിന്റെ മറ്റേ അർത്ഥം? പിണറായി പറഞ്ഞ പോലെ ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പോലീസിന്റെ ഇടപെടൽ വലിയ പ്രയാസങ്ങൾ കള്ളക്കടത്തുകാർക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അവരാണോ ഈ പരാതിയുടെ പിന്നിലെന്ന് പരിശോധിക്കണം. അപ്പൊ പത്രക്കാരായ നിങ്ങളെ ചോദ്യം, അതാരാ? PV Anwar ആണോ? അത് എനക്കറിയില്ല.
അല്ലേ? എന്ന് പറഞ്ഞ പോലെയല്ലേ ഈ പറഞ്ഞ ശശീന്ദ്രന്റെ മറുപടി? ഞാൻ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ ഇനി ഇവിടെ മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി വേണം. ഞങ്ങൾ ഈ പറയുന്ന സമരജാതിയിൽ ഉന്നയിക്കാൻ പോകുന്ന ഒരു പ്രധാന വിഷയം മനുഷ്യരെ സംരക്ഷിക്കാൻ ആരുമില്ലെന്ന്. അപ്പൊ ഒരു മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി കേരളത്തിന് അടിയന്തരമായിട്ട് വേണം. അതും ഞങ്ങളുടെ ഈ സമരജാഥയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ദയവായി അതിൽ രാഷ്ട്രീയം കാണരുത്. ഞങ്ങളിപ്പോൾ എന്തായാലും രാഷ്ട്രീയത്തേക്കൊന്നുമില്ല. ഈ 2-3 സമരം നടത്തട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഫെബ്രുവരി 1st വീക്കില് ജാതി സെൻസസ് നടത്തണം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് ജാഥ ഉണ്ട്. ഭാഗികമായി നടത്തിയ സംസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ എങ്ങനെ ദളിതർക്കും പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി ഇങ്ങനെ വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക എല്ലാ മുന്നണികളും. ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവർ തയ്യാറില്ല. അർഹതപ്പെട്ട പലരും ഈ ജാതി സെൻസസ് നടത്തി റിസർവേഷൻ സ്ഥാപിക്കേണ്ട വിഷയത്തിൽ ഇവർക്കറിയാം, പലർക്കും പോവും. പലർക്കും ഇപ്പൊ പല വഴിക്ക് വളഞ്ഞ വഴികളിലൂടെ ഈ നെക്സസിന്റെ ഭാഗമായിട്ട് അമ്മോന്റെ മക്കളും അമ്മായിന്റെ മക്കളും കോൺഗ്രസ്സുകാരും ലീഗുകാരും BJPയും CPM ഒക്കെ ആരാ? ഈ താൽക്കാലിക ജീവനക്കാരാരാ? അമ്മോന്റെ മക്കള്, അമ്മായിന്റെ മക്കള്, അല്ലേ? ഇതാണ് ഇടപാട്. അപ്പൊ ഇതിലൊന്നും ആരും വരൂല. അവിടെ ഈ നെക്സസ് ആണ്. മനസ്സിലായില്ലേ? കാരണം അവനാന്റെ കാര്യം നടക്കണം. ഈ ഏർപ്പാടിനെതിരെയാണ് ഞങ്ങളുടെ സമരം. ആ സമരം ഞങ്ങൾ ആരംഭിക്കും. ആദ്യത്തെ സമരം ഈ പറഞ്ഞതുപോലെ ഈ മലയോര മേഖലയിലെ വിഷയമാണ്. അത് കഴിഞ്ഞ ആ ജാഥ അവസാനിച്ച് ഒരാഴ്ച ഞങ്ങൾ റെസ്റ്റ് എടുത്താൽ പിന്നെ ഞങ്ങൾ ജാഥ തുടങ്ങുന്ന തിരുവനന്തപുരത്തു നിന്നാണ് കാസർഗോഡേക്ക് 45 ദിവസം നീണ്ടു നിൽക്കുന്നത്. അത് ജാതി സെൻസസ് നടത്തി ഈ സംവരണം ഉറപ്പുവെക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മലബാറിന്റെ അണ്ടർ ഡെവലപ്മെന്റ് അത് ഞങ്ങൾ മാർച്ച് ഏപ്രിലിൽ നടത്തും. നമുക്കറിയാം തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് കാസർഗോട്ടേക്ക് ഉള്ള വികസനം വേറെ രീതിയിലും എറണാകുളം തൊട്ട് അങ്ങോട്ടുള്ള വികസനം വേറെ രീതിയിലാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം തൊട്ടേ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ആരോഗ്യരംഗത്ത് വലിയ പിന്നോക്കാവസ്ഥ ഉണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കാവസ്ഥ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എണ്ണക്കുറവുണ്ട്. ഇപ്പൊ മലപ്പുറത്ത് 16 MLA ഞങ്ങള് 50-55 ലക്ഷം റുപ്യ ജനങ്ങള് മലപ്പുറത്തുണ്ട്. ഒരു കലക്ടറാണ്. വയനാട്ടില് 3 നിയോജക മണ്ഡല 12-15 ലക്ഷം ജനാലുള്ളത്. അവിടെ ഒരു കലക്ടറാ. 60 ലക്ഷം ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കലക്ടർ, 12 ലക്ഷം ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു കലക്ടർ. ഇടുക്കിയിൽ ആകെ 20 ലക്ഷം, അവിടെ ഒരു കലക്ടറാണ്. പത്തനംതിട്ടയിൽ 18-20 ലക്ഷമാണ്. അപ്പൊ 60 ലക്ഷം ആളുകൾക്ക് ഈ പറയുന്ന 3 ലക്ഷം അല്ലെങ്കിൽ 3 കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ 15 ലക്ഷം 20 ലക്ഷം ആളുകൾ താമസിക്കുന്ന ജില്ലയിലെ ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത്, സൗകര്യമാണ് കിട്ടുന്നത്. ഈ വയനാടും പത്തനംതിട്ടയും ഇടുക്കിയും ചേർന്നാൽ എല്ലാം കൂടെ ചേർന്നാൽ 35 ലക്ഷമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ശ്വാസം മുട്ടുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ സീറ്റില്ല, കോളേജിൽ പോകാൻ മാർഗമില്ല. മലബാർ അണ്ടർ ഡെവലപ്മെന്റ് പറഞ്ഞ വലിയ പ്രശ്നമാണ്. അപ്പൊ മൂന്നാമതായിട്ട് DMK ഏപ്രിൽ മെയ്യോട് കൂടി ഞങ്ങള് മഴയ്ക്ക് മുന്നായി ഏറ്റെടുക്കുന്നത് ഈ പറയുന്ന മലബാർ അണ്ടർ ഡെവലപ്മെന്റ് വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലെത്തിച്ച്, ഭരണാധികാരികളുടെ മുന്നിലെത്തിച്ച് ഈ 7 ജില്ലകൾക്കുണ്ടായി, പാലക്കാട് അടക്കം തൃശ്ശൂർ അടക്കം ഉണ്ടായിട്ടുള്ള പിന്നോക്കാവസ്ഥ ഞങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. അതിനൊരു റിസർച്ച് ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ 1.5 മാസമായിട്ട്. എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ, എവിടെയാണ് ഈ പാർഷ്യാലിറ്റി കിടക്കുന്നത്, അതെങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്, വിശദമായ ഒരു ടീം റിസർച്ച് നടത്തി ഡെയിലി അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ ഡെയിലി അവരോട് ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 സമരജാഥകൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി. പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ പോലീസ് കയറി വന്ന് നിങ്ങളൊന്ന് അന്തം വിട്ടുക സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ പോസ്റ്റ്മോർട്ടം അപകട മരണങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? എന്തിനാ? ആ വ്യക്തി എങ്ങനെയാണെന്ന് മരിച്ചത് അറിയാനാണ്. അതാണ് പോസ്റ്റ്മോർട്ടം. അപ്പൊ ഈ വാഹനങ്ങൾ ഈ കൂട്ടിയിടിച്ച് നടു റോഡിൽ മനുഷ്യരിങ്ങനെ യുദ്ധക്കളം പോലെ മരിച്ചു വീഴുക, ആ ഷോക്കായ ന്യൂസ് ആ കുടുംബത്തിന് കിട്ടി. അവരത് കേട്ട് വരുമ്പോൾ പിന്നെ നേരെ കൊണ്ടുപോകുന്ന അങ്ങോട്ട ആശുപത്രിക്ക്. അവിടെ ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം. 5 മണി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഇല്ല. എന്താ 5 മണി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഇല്ലാത്തത്? ലോകത്തെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ? ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമ. എന്താ കാരണം? അന്ന് കറണ്ട് ഇല്ല. അപ്പൊ സൂര്യ വെളിച്ചത്തിലേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടുള്ളൂ. വെളിച്ചത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ കൃത്യത നഷ്ടപ്പെടാതിരിക്കാൻ വെളിച്ചക്കുറവ് കാരണമാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ 901-ലും 902-ലും ഒക്കെ ഉണ്ടാക്കിയ നിയമം ഇപ്പൊ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിന്റെ സകലമാന സൗകര്യങ്ങൾ ഉണ്ടായിട്ട് റോബോട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാല. അപ്പോഴെന്താണ് 5 മണിക്ക് പൂട്ടി ഏത് പോസ്റ്റ്മോർട്ടം. എന്നിട്ട് ഈ അപകടത്തിൽ പറ്റിയ കുടുംബം ആ രാത്രി മുഴുവൻ കാത്തിരിക്കുകയാണ്. എന്തിന്?
ഈ വിണ്ട് കീറി എന്താ പറയാ 16 കഷ്ണമായ ശരീരത്തെ വീണ്ടും കീറി മുറിച്ച് പിറ്റേ ദിവസം രാവിലെ ഇൻക്വസ്റ്റ് നടത്തി, പിന്നെ ഡോക്ടർ സൗകര്യം പോലെ വന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ബാക്കി കാര്യങ്ങൾ പൂർത്തിയായി പിറ്റേ ദിവസം വൈകുന്നേരം 24 മണിക്കൂറും 28 മണിക്കൂറൊക്കെ ഈ പാവങ്ങളെ കാത്ത് ആ നിയമം ഭേദഗതി ചെയ്യണം. അത് രാജ്യത്തിന്റെ പാർലമെന്റിന് സാധിക്കുന്നതാണ്. ലോകത്തൊരു രാജ്യത്തും ഇങ്ങനെ നിയമമല്ല. ഏത് പാതിരാത്രിക്ക് പോസ്റ്റ്മോർട്ടം നടക്കും ആവശ്യമാണെങ്കിൽ. താനൂര് ബോട്ടപകടം 10-25 ആളുകൾ വെള്ളത്തിൽ പോയി മരിക്കുക, പിന്നെ അവിടെ നിന്ന് പരിശോധന. എന്ത് പരിശോധനയാണത്? ആ വെള്ളം കുടിച്ച് ബോട്ടമർന്ന് ആ മനുഷ്യർ മരിച്ചല്ലേ. ഇപ്പൊ ഒരുത്തം വിഷം കുടിച്ച് മരിച്ചു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയും പോയി മരിച്ചു, നമുക്കില്ല ഇങ്ങനെ മരിച്ചെന്ന് അറിയില്ല. മനുഷ്യരുടെ കൺമുമ്പിൽ ഈ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ഇങ്ങനെ മരിച്ചു വീഴുന്ന മനുഷ്യരെ വീണ്ടും കീറി മുറിക്കുന്നു. ഇതെന്ത് നീതി? ഈ ജനപ്രതിനിധികളൊക്കെ ഇപ്പോഴും കിടന്നുറങ്ങല്ലേ? ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? അപ്പൊ ഈ 3 വിഷയങ്ങള്, മലയോര വിഷയം, ഈ പറയുന്ന സർഫാസി വിഷയം, ഈ പോസ്റ്റ്മോർട്ടം വിഷയം, ഈ 3 വിഷയമാണ് ഈ മലയോര ജാഥയിൽ ഞങ്ങൾ മെയിനായിട്ട് ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്തി ലക്ഷക്കണക്കിന് ആളുകളുടെ ഒപ്പ് ശേഖരിച്ച് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും കേന്ദ്ര പ്രൈം മിനിസ്റ്റർക്കും നമ്മൾ ഈ വിഷയം ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ നിൽക്കുകയാണ്. അതുപോലെ ഈ സമരത്തെ നമ്മൾ ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സിലെ മറ്റു സംസ്ഥാനങ്ങൾ 10-11 സംസ്ഥാനമുണ്ട്, അവിടെയൊക്കെ ഈ വലിയ പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ അവിടുത്തെ മുഖ്യമന്ത്രിമാരെ പോയി കണ്ട് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ ഒരു ശ്രമം ഞങ്ങൾ നടത്തും. എന്തിന്? കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ ഈ പശ്ചിമഘട്ടത്തിലുള്ള സംസ്ഥാനങ്ങൾ. അങ്ങനെ അണ്ണാരക്കണ്ണനും തന്നാലായത്. വി വിൽ ട്രൈ. ഒന്നും ട്രൈ ചെയ്തായിരിക്കും. ഞങ്ങളെ വിജയസാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു പോസ്റ്ററും കൂടി അടിച്ച് ഉള്ള പൈസയും കൂടി ഞങ്ങൾ മാറ്റിവെച്ച് ഞങ്ങൾ 9 പഞ്ചായത്തിൽ 9 വീട് പൈലറ്റ് പ്രോജക്റ്റ് ചെയ്തു. അത് ഇന്ന് 15ആയി. ഇന്ന് 16ാമത്തെ വീടിന്റെ പണി ഇറക്കുകയാണ്. പണി ആരംഭിച്ചു കഴിഞ്ഞു. ഒരു പൈസയും ചെലവാക്കേണ്ട പറഞ്ഞു. ഇവർ ഈ പറയുന്ന 5 സ്റ്റാർ ഹോട്ടലുകളിൽ കിടന്ന് ഈ പറയുന്ന മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എടുക്കുമ്പോൾ നിങ്ങൾ വന്ന് കണ്ടതാണല്ലോ. പലരും വന്നിട്ടുണ്ടല്ലോ കല്യാണ മണ്ഡപത്തിൽ. അവിടെ എന്താ അല്ലേ? കപ്പയും കഞ്ഞിയും തന്നെയാണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. അവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നത്, അതിൽ പച്ചക്കറി ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഒരു ദിവസത്തിന് 10,000 രൂപക്ക് ആ വാടക എടുത്ത് 500 ആൾ താമസിക്കുന്നുണ്ട് അവിടെ. ഇവിടെ 2 മന്ത്രിമാർക്ക് താമസിക്കാൻ 12,000 റുപ്യ വേണം. TV അൻവർ അവിടെ തന്നെയാണ് കിടന്നത്. ഞാൻ സൂഹിക്കാൻ പോയിട്ടില്ല. കാരണം ഈ പ്രവർത്തകരെ ഈ കോലത്തിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവരവിടെ ഇട്ടിട്ട് ഞാൻ എവിടെയും പോയി കിടക്കുക പറഞ്ഞാൽ അത് ശരിയല്ല. ഒന്ന്, രണ്ടാമത് രാപ്പകലില്ലാത്ത കോർഡിനേഷനാണ്. അപ്പൊ എനിക്ക് ഒരു സെക്കൻഡ് മാറി നിൽക്കാൻ കഴിയില്ല. ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കാണല്ലേ. ആ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന്. ഇവിടെ അത്രയും നിഷ്കളങ്കരായ മനുഷ്യരാ. 6 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജനതയെ ഒന്നാകെ പറ്റിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നണിക്കും കഴിയാന്ന് പറഞ്ഞാൽ അവരെ വലിപ്പല്ല, ഈ മനുഷ്യരുടെ നിഷ്കളങ്കതയാ. ഓരോ പ്രാവശ്യം പറയും അടുത്ത പ്രാവശ്യം ശരിയാവും, അടുത്ത പ്രാവശ്യം ശരിയാവും. അപ്പൊ ഒരു വാതിൽക്കട്ടിൽ കൊണ്ടയാടെ വെക്കും. അപ്പോ കട്ടിൽ വന്നല്ലോ, അപ്പൊ ഇനി ചുമര് വരും. ഇങ്ങനെ പറ്റിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അല്ല, അത് കൊടുത്തുകൊണ്ടേയിരിക്കും. എല്ലാ പോലീസിനും 1-ാം സ്ഥാനമല്ലേ അല്ലേ? ആ സാധനം ഇപ്പൊ 25 ലക്ഷം പിടിച്ച് പെട്ടെന്ന് 5 ലക്ഷം കാണാതായത്. അല്ല, അതെനിക്കറിയില്ല. അപ്പൊ കേട്ടോ, ഞാൻ ആദ്യം കണ്ട 25 ലക്ഷമാണ്, പെട്ടെന്ന് 20 ലക്ഷമായി. പോലീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പഠിച്ചത് മനസ്സിലാക്കിയ വലിയൊരു വിഭാഗം, പൂർണ്ണമായിട്ട് ഒരിക്കലും പറയുന്നില്ല കേട്ടോ, സോറി, ചെറിയൊരു വിഭാഗം, വലിയ വിഭാഗം വളരെ സത്യസന്ധരായ പോലീസുണ്ട്. അല്ലെങ്കിൽ നാടുണ്ടോ? വലുത് കുട്ടിച്ചോറാക്കൂലേ? അതിൽ കള്ളന്മാരുണ്ട്, ഉറപ്പല്ലേ? 200 ചില്ലാനും കള്ളന്മാര് ഈ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. പച്ചയായി എന്താ പറയുക, നിയമലംഘനം നടത്തിയവര്. അതും കേരളത്തിൽ തന്നെയല്ലേ? അപ്പോ ആ വിഷയങ്ങളൊക്കെ ഈ നാട്ടിൽ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. പത്രക്കാരായ നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? നിങ്ങൾക്കും പറയാലോ. അച്ചാറ് വാങ്ങാൻ 70 രൂപക്ക് കണ്ണ് കാണാത്ത ഒരുത്തൻ MP സാറേ ഒരു അച്ചാറ് വാങ്ങിനെ സഹായിക്കും, നിനക്ക് വേണമെങ്കിൽ സെൽഫി എടുത്തോ എന്ന് പറയുന്ന MP മാർ ഇവിടെ വീണ്ടും നിയമസഭയിൽ മത്സരിക്കുകയാണ്. അതാണ് നാട് അല്ലേ? അവരെ പറ്റി ഇങ്ങനെ അനൗൺസ്മെന്റ് വണ്ടിയിൽ നിന്ന് വിളിച്ചു പറയുന്നിട്ട് നമ്മളെ ഹൃദയം പൊട്ടിപ്പോ. സ്നേഹത്തിന്റെ മൂർത്തീഭാവം, കാരുണ്യത്തിന്റെ അലകടൽ. ഒരു അച്ചാറെ കണ്ണ് കാണാത്തൊരു സാധു ഒരു മറ കെട്ടിയൊരു കച്ചവടം നടത്തുന്നോടന്ന് ഒന്ന് സഹായിക്കുകയും ചോദിക്കുമോ? നിനക്ക് വേണമെങ്കിൽ സെൽഫി എടുത്തോ എന്ന് പറയുന്ന സംസ്കാരമാണ് ഈ പറയുന്ന നേതാക്കന്മാർക്കുള്ളത്. അത് ജനം തീരുമാനിക്കട്ടെ എന്ന്. കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ചട്ടലംഘനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഈ തെരഞ്ഞെടുപ്പ് വരെ ഈ തരത്തിലുള്ള രീതി തുടരുമോ? വേണ്ടി വന്നാലും ഇനിയും വിളിക്കും സത്യസമ്മേളനം ആവശ്യം വന്നാല്. നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഇനിയും പറയില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറയും.
ഒറ്റക്ക് പറയും. അതിനെന്താ, നിങ്ങളിപ്പോ നല്ലോണം സഹകരിച്ചിട്ടുണ്ടല്ലോ. താങ്കൾ എൽഡിഎഫിന്റെ ഭാഗമായപ്പോൾ ഇഷ്യൂ ഉണ്ടായിരുന്നത് തുറന്നു പറയാൻ വൈകി പോയെന്ന് തോന്നുന്നു. തുറന്നു പറയാൻ വൈകിപ്പോയി എന്നൊന്നും തോന്നുന്നില്ല. പറയേണ്ട ഘട്ടം വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വൈകി പോയാൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മളൊരു മാന്യത കാണിക്കണം. നമുക്കൊരു ഒരു സംവിധാനം ഉണ്ട്, ഒരു ചട്ടക്കൂടുണ്ട്. CPM-നെയും കൂടി വോട്ട് വാങ്ങിയിട്ടാണ് ഞാൻ MLA ആയത്. എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ പാർട്ടിക്ക് ഒരു ദോഷം വരാത്ത രീതിയിൽ ഈ കാര്യങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാ നിരന്തരമായി കത്തുകൾ കൊടുത്ത് നിരന്തരമായി ഇവരോട് സംബന്ധിച്ച്. ഒന്നിനും ഒരു കഥയില്ല. പിന്നെ ഇതിന് എന്ത് കഥയാ? അപ്പൊ ഒരു പൊതുപ്രവർത്തകൻ നിലക്ക് ഒരു സമൂഹത്തെ ഒരു വലിയ ഗർത്തത്തിലേക്ക് ഒരു സർക്കാർ തള്ളി 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 കൊണ്ടുപോകുമ്പോ അരുത് കാട്ടാള എന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്തം അത് എത്രയാ നിർവഹിച്ചിട്ടുള്ളൂ. അതിലെനിക്ക് വരുന്ന റിസ്ക് എനിക്ക് വരും, എനിക്കറിയാം. അത് നടത്തട്ടെ. ജാഥകൾ ഉദ്ദേശിക്കുന്നത് നിലമ്പൂർ മോഡൽ കേരളത്തിലൊരു വികസനം മുന്നേറ്റമാണ്. അല്ല, ജാഥ വികസനവുമായി ബന്ധപ്പെട്ടില്ല. മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഈ നിയമങ്ങൾ ഉണ്ടാക്കിയ പ്രതിസന്ധികൾ, ഉദ്യോഗസ്ഥന്മാരുടെ എന്താ പറയാ അലംഭാവം, അവരുടെ ഗവൺമെന്റിന്റെ ഈ പറയുന്ന പോലെ ഈ ഇടപെടാത്ത കൈ കഴുകുന്ന സ്വഭാവം, അതിനെതിരെയാണ് ഈ 3 വിഷയം. ഒന്ന് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്, 2 സർഫാസി ആക്ട് ആണ്, മൂന്നാമത്തത് ഈ പറയുന്ന നമ്മുടെ അനാവശ്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ തിരുത്തലാണ്. അതെല്ലാം 2 ഗവൺമെന്റിനും ബാധകമാണത്. അപ്പൊ അത് നോക്കുന്ന കണക്കൂട്ടി നോക്ക് നിങ്ങൾ. ഞങ്ങൾ എഴുതി അയച്ചിട്ടുണ്ട്, മെയിലും അയച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ചെലവാക്കി ആർക്കെങ്കിലും ഇന്ന് ചെറിയൊരു ഒഴിവുണ്ടെങ്കിൽ ഒരു ബൂത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചോളൂ. ഒരു ബൂത്ത് പരിശോധിച്ചാൽ മതി. എന്നിട്ട് ഇന്റ് 177 അടിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞതിൽ വല്ല വസ്തുത ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. കൊള്ളയടിക്കുക, മനുഷ്യനങ്ങനെ എന്താ പറയാ പണത്തിന്റെ ഒരു എന്താ പറയാ ഫൈനാൻഷ്യൽ ടെററിസം നടത്തിയിട്ട് ആളുകളെ വോട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുക. ഇതൊരു ഫൈനാൻഷ്യൽ ടെററിസം അല്ലേ യഥാർത്ഥത്തിൽ? കണ്ണഞ്ചിപ്പിക്കാതെ വന്ന അതാണ് നടക്കുന്നത്. പൂർണ്ണമായിട്ടും ഇലക്ഷൻ വയലേഷനാണ്, ഇലക്ഷൻ അഴിമതിയാ. ഒരാൾ വൈകുന്നേരം രക്ഷപ്പെടാനും പോകുന്നില്ല. അത് സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. ഇതൊരു മാതൃകയാണ്. ഈ കോലത്തിൽ ഇനി പണം ചെലവഴിച്ചിട്ട് ദൂർത്തടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. അത് ഇവിടെ ആർക്കും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തിരക്കില്ല. ഇത് മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നും ശിവകാശിയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ പ്രിന്റ് വന്ന സാധനങ്ങളാ. ആകെ കുറച്ച് ചുമരെഴുത്തുകാർക്ക് അയറ്റേക്ക് സാധുക്കൾക്ക് കുറച്ച് പൈസ കിട്ടി. അതാണ് ഈ നാട്ടുകാർ ആകെ ചെയ്ത പ്രവൃത്തി. ബാക്കി മുഴുവൻ അന്യ സംസ്ഥാനങ്ങളിലാണ്. കോർപ്പറേറ്റുകളിൽ കരാർ കൊടുത്ത് അടിച്ചു മറിക്കാൻ ലോറി കൊടുത്തിട്ട് ഇങ്ങനെ തട്ടല്ലേ, ടിപ്പർ ലോറി തട്ടുന്ന പോലെയാ സാധനങ്ങൾ തട്ടിയിരുന്നത്. ഓ ആയിക്കോട്ടെ, നടപടി എടുക്കട്ടെ. ഞാൻ എല്ലാ നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ട് നടക്കും. നോ ഇഷ്യൂസ്. നമുക്ക് ശ്രമിക്കാം.